Praise the Lord. Praise the Lord. Hallelujah. 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 യേശുവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 അടുത്ത് നിൽക്കുന്നവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറയാം ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചോദ്യം, നീ കാഴ്ചയുള്ളവനാണോ എന്നതാണ്. എന്താണ് ചോദ്യം? നീ കാണുന്നുണ്ടോ? കണ്ണട വെച്ചിട്ടുണ്ടോ എന്നല്ല, കാണുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസ് തൻ്റെ കാഴ്ചയില്ലാത്ത അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. പൗലോസിന് കണ്ണുണ്ടായിരുന്നെങ്കിലും പൗലോസിന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആരെ? ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈശോയെ ക്രിസ്തുവായി, ദൈവപുത്രനായി, ദൈവമായി കാണാൻ കഴിയാതെ പൗലോസ് കണ്ടിരുന്നത്, ഈശോയെ പൗലോസ് കണ്ടിരുന്നത് ശപിക്കപ്പെട്ടവനായിട്ടാണ്. അതാണ് കാഴ്ചയില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. വിശ്വാസമില്ലാത്ത അവസ്ഥ കാഴ്ചയില്ലാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈശോ കാണുന്നത് പോലെ കാണാൻ കഴിയാത്ത അവസ്ഥയാണ് അന്ധത എന്ന് പറയുന്നത്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ നിന്റെ കണ്ണിന് കാഴ്ചയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: നീ ഈശോ കാണുന്നത് പോലെ കാണുന്നുണ്ടോ? അപ്പോൾ പൗലോസ് ഇങ്ങനെ കാണാതിരുന്നത് കൊണ്ട് പൗലോസ് വിചാരിച്ചു ക്രിസ്ത്യാനികളെല്ലാം ദൈവദൂഷണം നടത്തുന്നവരാണ്. അതായത് ശപിക്കപ്പെട്ട ഒരു മനുഷ്യനെ മരത്തിൽ തൂക്കി വധിക്കപ്പെട്ട ഒരു മനുഷ്യനെ ദൈവമെന്ന് പറയുന്നതിൽ പരം ഒരു ദൈവദൂഷണമില്ല. യഹോവ മാത്രമാണ് ദൈവമെന്നിരിക്കെ ഈ മനുഷ്യനെ ഇവർ ദൈവമാണെന്ന് വിളിക്കുന്നു. അത് വലിയ ദൈവദൂഷണമാണ്. ദൈവദൂഷണം നടത്തുന്നവരെ കൊല്ലാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിയമത്തിൻ്റെ ബലത്തിലാണ് സ്തെഫാനോസിനെ അവർ കല്ലെറിഞ്ഞ്, നിയമാനുസൃതം കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്. അവൻ ചെയ്ത തെറ്റ് ദൈവദൂഷണം നടത്തി. എന്താണ് ദൈവദൂഷണം? യേശുക്രിസ്തുവിനെ ദൈവമായി പ്രഖ്യാപിച്ചു. അത് വലിയ തെറ്റായിട്ട് കാണുകയാണ്. ഇതാണ് അന്ധത എന്ന് പറയുന്നത്. ഈ അന്ധത പൗലോസിന് മാറിക്കിട്ടുന്നത് കർത്താവിൻ്റെ പ്രകാശം, ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രകാശം അവൻ്റെ കണ്ണിലേക്ക് വരുമ്പോഴാണ്. കർത്താവിൻ്റെ കരുണ എന്നിലേക്ക് ഒഴുകിയിറങ്ങി എന്നാണ് പൗലോസ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ ഇന്ന് നമ്മൾ വായിക്കുന്നത്. കർത്താവിൻ്റെ കരുണ ഒഴുകി. അങ്ങനെ അവൻ കണ്ണുള്ളവനായി, കാഴ്ചയുള്ളവനായി. ഇതിനെയാണ് ദ സെക്കൻഡ് സൈറ്റ്, രണ്ടാം കാഴ്ച എന്ന് പറയുന്നത്. ഉൾക്കാഴ്ച എന്ന് പറയുന്നത്, സത്യത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ തെങ്ങും മരവും കാണുന്ന കാഴ്ചയല്ല, ദൈവത്തെ കാണുക, സത്യത്തെ കാണുക, യാഥാർത്ഥ്യത്തെ കാണുക. ഈശോ പറയുന്നു, കുരുടനെ നയിക്കാൻ കഴിയുകയില്ല. പൗലോസ് ഒരു കുരുടനായിരുന്നു. ആ ഒരർത്ഥത്തിൽ അവൻ ആളുകളെ നയിച്ചപ്പോൾ ആളുകൾ കൊലപാതകികളായി മാറി. കുരുടനെ നയിച്ചപ്പോൾ കൊലപാതകം നടന്നു. ഇനി ഈശോ പറയാണ്, നമ്മുടെ ഉള്ളിലുള്ള ഈ തടിക്കഷണം എടുത്തു മാറ്റിയാലേ അപരനിലുള്ള കരടെടുത്ത് മാറ്റാൻ കഴിയുകയുള്ളൂ. ആദ്യം കാഴ്ച കിട്ടേണ്ടത് എനിക്കാണ്. എന്നിലാണ് കൂടുതൽ കുറവുകളുള്ളത്. ആ കുറവുകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി എൻ്റെ കണ്ണിലുള്ള കറകൾ എടുത്തു മാറ്റപ്പെടുമ്പോൾ എനിക്ക് അപരൻ്റെ കണ്ണിലെ, അപരൻ്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കാൻ കഴിയും. നമുക്ക് ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ തന്നെയുള്ള വലിയ തടിക്കഷ്ണം പോലെയുള്ള കുറവുകൾ കർത്താവേ പരിഹരിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് പാപപരിഹാരം ചെയ്യാം. ഈശോയേ